Hi dears, MBBS, BDS, Agriculture, Veterinary, Fisheries, Forestry കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാത്രി ഏറെ വൈകിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വളരെ അപ്ഡേറ്റ്സ് ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് തരുന്നത് തന്നെ. ഏകദേശം 12 മണിക്ക് ശേഷമാണ് സിഇയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അലോട്ട്മെന്റിന്റെ ഡേറ്റ്, എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇനി സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ, അവർ ഒരു സമ്മതപത്രം നൽകേണ്ടതാണ്, ഒരു അണ്ടർടേക്കിംഗ് നൽകേണ്ടതാണ്. ഈ കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക. വിദ്യാർത്ഥികൾ നൽകിയ ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് 19/11/2020 വരെ ഓപ്ഷൻ നൽകാനുള്ള അവസരമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിലേക്ക് ഈ ഘട്ടത്തിൽ ഓപ്ഷൻ ക്ഷണിച്ചുവെങ്കിലും അലോട്ട്മെന്റിനായി പരിഗണിച്ചിട്ടില്ല. ഈ കോളേജിനെ രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതായിരിക്കും. ഇതാണ് ഒരു ഡീറ്റെയിൽ. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി വിദ്യാർത്ഥികളുടെ ഹോം പേജിലാണ് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചോ ഇല്ലയോ എന്നീ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ നിന്നും പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത്. അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അലോട്ട്മെന്റ് മെമ്മോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അപ്പോൾ ഹോം പേജിൽ നിന്നും വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയുടെ പ്രിന്റ് ഔട്ട് നിർബന്ധമായും എടുക്കേണ്ടതാണ്. നിങ്ങളുടെ പേരുണ്ടാകും, റോൾ നമ്പർ ഉണ്ടാവും, അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെന്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധമായ വിവരങ്ങൾ എന്നിവ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ ഓൺലൈനായിട്ട് ഫീസ് പേ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ടും അലോട്ട്മെന്റ് മെമ്മോയിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. രണ്ടാമതായി അവരുടെ ഹോം പേജിൽ നിന്നും ഡാറ്റ ഷീറ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അതും നമ്മൾ കഴിഞ്ഞ ദിവസം ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതിൽ പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ ഷീറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റ ഷീറ്റ്, അലോട്ട്മെന്റ് മെമ്മോ, അതുപോലെ തന്നെ പ്രോസ്പെക്ട്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ എല്ലാ ഡോക്യുമെന്റുകളും രേഖകൾ അടക്കമാണ് നമ്മൾ കോളേജ് അധികാരികളുടെ മുന്നിൽ ഹാജരാകേണ്ടത്. നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എല്ലാവരുടെയും ആശങ്കയായിരുന്നു സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഫീസ് വർധനവ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു മെമ്മോ ഇതിൽ പറയുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയ ആശങ്കയായിരുന്നു സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ വാർഷിക ട്യൂഷൻ ഫീസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉത്തരവ് പ്രകാരം ട്യൂഷൻ ഫീസ് 7,60,000 രൂപ മുതൽ 20,70,000 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ സ്വാശ്രയ മെഡിക്കൽ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്ന പരമാവധി വാർഷിക ഫീസ് വെബ്സൈറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 18-ാം തീയതി നമ്മൾ ഇട്ട വീഡിയോയിലും ഈ ഫീസ് ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 7,60,000 രൂപ മുതൽ 20,70,000 രൂപ വരെയാണ് ഫീസ് വർധനവ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ എല്ലാവരും സർക്കാരിൽ ഉറ്റുനോക്കുകയായിരുന്നു എന്താണ് അടുത്ത സ്ഥിതി എന്ന നിലയ്ക്ക്. കുട്ടികളെ, ഇപ്പൊ നിങ്ങൾക്ക് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ ജിയോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് MS നമ്പർ 218 ഈ ഒരു ജിയോ പ്രകാരമുള്ള ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. അത് നമുക്ക് ആ ഫീസ് എത്രയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒരിക്കൽ കൂടി ആ ഫീസ് നിങ്ങൾക്ക് ആ ജിയോ പ്രകാരമുള്ള ഫീസ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ ജിയോ നമ്പർ പ്രകാരം ഇതാണ് ആ ജിയോ നമ്പർ ഉള്ളത്. ഈ ജിയോ നമ്പർ പ്രകാരമുള്ള ഫീസ് കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് കൊടുത്തിരിക്കുന്ന, നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഒരു ഏകദേശം അംഗീകാരമുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ആയിരുന്നു ഇത്. ഇപ്പം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത്
ഈ ഫീസ് ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. എല്ലാ കോഴ്സുകളിലെയും ഏകദേശ ഫീസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6,55,500 രൂപ മുതൽ 7 ലക്ഷം ആണ് ഏറ്റവും കൂടിയ ഫീസ് നിരക്കിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പൊ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഫീസ് നിരക്കുകൾ നമ്മൾ ആദ്യം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫീസ് നിരക്കുകളാണ്. സിയുടെ വെബ്സൈറ്റിലും ഈ ഫീസ് നിരക്കുകളുണ്ട്. 6,55,500 രൂപ മുതൽ 7,65,400 രൂപ വരെയാണ് ഫീസ് വരുന്നുള്ളൂ. ഇത് കുറച്ചും കൂടി ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷേ അവിടെ നമ്മളൊരു സമ്മതപത്രം, ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഇപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലേക്ക് നമ്മൾക്ക് ഏറ്റവും ആദ്യമുണ്ടായ സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള നിശ്ചയിച്ചിട്ടുള്ള ഫീസ് മാത്രം അടച്ചാൽ മതിയാകും ഈ ഒരു സമയത്ത്. ഇനി രണ്ടാമതായിട്ടൊരു ക്ലോസ് ഇവിടെ പറയുന്നുണ്ട്. കോടതിയുടെ അന്തിമ വിധിക്ക് അനുസൃതമായി ബഹുമാനപ്പെട്ട കോടതിയോ കോടതി നിർണയിക്കുന്ന അധികാര സ്ഥാപനമോ നിശ്ചയിക്കുന്ന വാർഷിക ഫീസ് ഈ ഘട്ടത്തിൽ അടയ്ക്കുന്ന ഫീസിനേക്കാൾ അധികമാകുന്ന പക്ഷം അധിക തുക അടയ്ക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ള ഒരു സമ്മതപത്രം അണ്ടർടേക്കിംഗ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മാതൃകയിൽ ബന്ധപ്പെട്ട കോളേജ് അധികാരിക്ക് നൽകേണ്ടതാണ്. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊരു അണ്ടർടേക്കിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ കോടതി വിധി വരാനിരിക്കുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ അധിക ഫീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ള ഒരു സമ്മതപത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന്റെ ഒരു മോഡല് സിഇയുടെ പരീക്ഷാ വെബ്സൈറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ബന്ധപ്പെട്ട കോളേജ് അധികാരിക്ക് നൽകേണ്ടതാണ്. എത്രയാണ് ഫീസ് സംബന്ധമായ വിവരങ്ങൾ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അലോട്ട്മെന്റ് ലഭിക്കുന്ന SC, ST, OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, ഇവർക്ക് ലഭ്യമായ ആനുകൂല്യങ്ങൾക്ക് അർഹമായ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, മറ്റു വിദ്യാർത്ഥികളും, അതായത് ശ്രീ ചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവയിലെ വിദ്യാർത്ഥികളും ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ മൈനോറിറ്റി സ്റ്റാറ്റസിലാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ NRI സ്റ്റാറ്റസിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്ന പക്ഷം നിങ്ങൾ അതിന്റെ ഫീസ് അടയ്ക്കേണ്ടതാണ്. നിങ്ങൾ ഫീസ് ഇളവിന് അർഹമല്ലാതാകുന്നതാണ്. ഇനി നമുക്ക് അതിന്റെ ഡേറ്റുകൾ നോക്കുക. നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് നവംബർ 21 മുതൽ 26 തീയതി വരെയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ്. നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണും നിങ്ങൾ എത്രയാണ് എമൗണ്ട് അടയ്ക്കേണ്ടത്. 21 മുതൽ 26 വരെ തീയതികളാണ്. ഓൺലൈൻ പേയ്മെന്റ് മുഖാന്തരമോ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് നവംബർ 26 തീയതി വൈകിട്ട് 3 മണിക്ക് മുമ്പായിട്ടാണ് നിങ്ങൾ കോളേജിൽ പ്രവേശനം നേടേണ്ടത്. എല്ലാ അതായത് ഫീസ് അടച്ച റിസീപ്റ്റ്, അലോട്ട്മെന്റ് മെമ്മോ, ഡാറ്റാ ഷീറ്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും, എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇതെല്ലാം കൂടിയാണ് നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. ഇപ്പൊ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അലോട്ട്മെന്റ് മെമ്മോയിൽ വിദ്യാർത്ഥികൾക്ക് എത്രയാണോ തുക മാത്രം ഈ ഘട്ടത്തിൽ നിങ്ങൾ കോളേജുകളിൽ അടച്ചാൽ മതിയാകുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഷറീസ് കോഴ്സുകളുടേക്കുള്ള ഫീസ് 6,050 നിന്നും 8,052 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി NRI കോട്ടയിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. NRI സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് മെമ്മോ ഉള്ള വിദ്യാർത്ഥികൾ NRI കോട്ടയിലേക്ക് പരിഗണിക്കുന്നതിന് ആവശ്യമായതും ന്യൂനതകൾ പരിഹരിക്കുന്നതിന് മെമ്മോയിൽ സൂചിപ്പിച്ചിരിക്കുന്നതുമായ ആധികാരിക രേഖകൾ രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് 2 ദിവസം മുൻപെയോ ഒന്നാം ഘട്ട അലോട്ട്മെന്റ് മുതൽ 1 മാസത്തിനകം ഏതാണോ ആദ്യം വരുന്നത് ആ തീയതിക്കകം ന്യൂനതകൾ പരിഹരിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനകം ഓൺലൈനായി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് ന്യൂനതകൾ പരിഹരിക്കാത്ത വിദ്യാർത്ഥികളുടെ NRI കാറ്റഗറിയും NRI കോട്ടയിലെ അഡ്മിഷനും റദ്ദാക്കുന്നതാണ്. ഇത്തരം വിദ്യാർത്ഥികളുടെ ഈ ഘട്ടത്തിലെ അലോട്ട്മെന്റ് താൽക്കാലികമായിരിക്കും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ തന്നെ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ആക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അലോട്ട്മെന്റുകൾ റദ്ദാക്കപ്പെടുന്നതായിരിക്കും. ഇനി രണ്ടാം ഘട്ട അലോട്ട്മെന്റ് സംബന്ധിച്ച വിജ്ഞാപനം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് മുമ്പായി അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും
നിലവിലുള്ള ഓപ്ഷനുകൾ ക്രമീകരിക്കുന്നതിനും ആവശ്യമില്ലാത്ത ഓപ്ഷനുകൾ റദ്ദു ചെയ്യുന്നതിനും പുതിയ കോഴ്സുകളോ കോളേജുകളോ ഉൾപ്പെടുത്തുന്ന പക്ഷം അവയിലേക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുമുള്ള സൗകര്യം ലഭ്യമാക്കുന്നതാണ്. അതായത് രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കോളേജ് കോഴ്സ് ആണെങ്കിൽ അവർ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ആദ്യത്തെ ഘട്ടം നിങ്ങൾ ഫീസ് അടച്ച് കോളേജിൽ അഡ്മിഷൻ എടുക്കണം. രണ്ടാം ഘട്ടത്തിൽ അതിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷനിലേക്ക് കയറാവുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ എന്തായാലും അവർ ഫീസ് അടച്ച് അവരുടെ അലോട്ട്മെന്റ് ഉറപ്പുവരുത്തേണ്ടതാണ്. ഒപ്പം തന്നെ അവർക്ക് അവരുടെ ഹയർ ഓപ്ഷനുകളാണ് താല്പര്യമെങ്കിൽ അവർക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം നിർബന്ധമായിട്ടും. ഇനി ഓപ്ഷനുകൾ ക്രമീകരിക്കാം, ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാം. ഇനി പുതിയതായിട്ട് ഏതെങ്കിലും കോഴ്സുകളോ കോളേജുകളോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇനി ഒട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും അവർ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതാണ്. അത് നമ്മൾ ആ സമയത്ത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പ്രത്യേകം പറയുന്നുണ്ട്, നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവേശനം നേടാത്ത മുഴുവൻ വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റും ബന്ധപ്പെട്ട സ്ട്രീമിലെ ഹയർ ഓപ്ഷനുകളും റദ്ദാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികളെ, അലോട്ട്മെന്റ് കിട്ടിയ മുറയ്ക്ക് തന്നെ നിങ്ങൾ എവിടെയാണോ കിട്ടിയിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫീസ് അടയ്ക്കണം, നിങ്ങളുടെ അലോട്ട്മെന്റ് ഉറപ്പാക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തി നിങ്ങളുടെ ഹയർ ചോയ്സുകൾ നേടാവുന്നതാണ്. അത് നമ്മൾ ആ സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ ടെൻഷനൊന്നും ആവേണ്ട, നിങ്ങൾക്കൊരു അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അവർ കാത്തിരിക്കുക. രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ഉണ്ട്, മോപ്പപ്പ് റൗണ്ടുകളുണ്ട്, സ്പോട്ട് അലോട്ട്മെന്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കുക. രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊരു മോട്ടിവേഷൻ ആണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.